ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ നിറഞ്ഞു നിന്നിരുന്ന വില്ലനായിരുന്നു ശ്രീ ജോസ് പ്രകാശ്. അദ്ദേഹത്തോടൊപ്പം തന്നെ നിരവധി വില്ലൻ വേഷങ്ങൾ അതേ കാലഘട്ടത്തിൽ തന്നെ ചെയ്തിരുന്ന മറ്റൊരു നടനാണ് ശ്രീ ജി കെ പിള്ള. നല്ല ഗാംഭീര്യമുള്ള ശബ്ദത്തിനുടമയായ ശ്രീ ജി കെ പിള്ളയെ ഞാൻ ബഹുമാന പുരസ്സരം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ. ഇന്ന് മിസ്റ്റർ ജോസ് പ്രകാശ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കും തോന്നിയത്. എനിക്ക് അതിയായ സന്തോഷം. കാരണം നമ്മൾ കുറച്ചുപേരെ ജീവിച്ചിരിപ്പുള്ളൂ. അത്രേ ഉള്ളൂ. ഈ ആരോഗ്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പിള്ളച്ചേട്ടൻ വേണ്ട ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയത്ത് അവർ ഈ അനസ്തേഷ്യ കൊടുക്കാൻ നേരത്ത് പറഞ്ഞു ആ പല്ലെടുത്തൊന്ന് മാറ്റണം, അനസ്തേഷ്യ തരാൻ പോകണമെന്ന്. പിള്ളച്ചേട്ടൻ പറഞ്ഞ് മാറ്റാൻ നോക്കില്ല, ദൈവം തമ്പുരാൻ തന്നാൽ പല്ല. അതിനെങ്ങനെ മാറ്റമല്ലേ? അല്ല, അവർ വിചാരിച്ച് ഈ പല്ല് വച്ചിരിക്കുകയാണ്. അപ്പം അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പേ ഇത് മാറ്റണമെന്ന് പറഞ്ഞു. അത് മാറ്റാനൊക്കില്ല. അതൊക്കെ ഈ പട്ടാളത്തിലെ ചിട്ടായ ജീവിതം കൊണ്ടാണല്ലേ? തീർച്ചയായിട്ടും. ആരോഗ്യത്തിൻ്റെ നിൽപ്പെന്ന് പറയുന്നത് പട്ടാള ജീവിതം. 13 വർഷത്തെ പട്ടാള ജീവിതമാണ്. എന്നാണ് ജോസ് പ്രകാശ് ചേട്ടനെ ആദ്യം കാണുന്നത്, അല്ലെങ്കിൽ ഒരു ബന്ധം തുടങ്ങുന്നത്? അതെ, ഞങ്ങൾ തമ്മിൽ ബന്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 40 വർഷമാകുന്നു. 1962 ഏതായിരുന്നു പടം? അല്ല, അന്ന് ഞാൻ സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ്. ആ നാടക ട്രൂപ്പിൽ ആദ്യത്തെ നാടകം ഞാൻ തന്നെയാണ് എഴുതിയത്, ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞൊരു നാടകം. അപ്പോൾ അന്ന് ഇദ്ദേഹം ട്രൂപ്പുമായിട്ടൊക്കെ നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിന് വലിയ പേരും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം അതങ്ങ് നിർത്തി. അപ്പോഴാണ് എൻ്റെ നാടക ട്രൂപ്പിൻ്റെ വരവ്, ഉത്ഭവം. അങ്ങനെ ആ നാടക ട്രൂപ്പിൽ അഭിനയിക്കാൻ ഇദ്ദേഹത്തിനൊന്ന് ക്ഷണിക്കാമെന്ന് വിചാരിച്ച് കോട്ടയത്ത് പോയി. അദ്ദേഹത്തിൻ്റെ സ്ഥലം, അന്ന് അദ്ദേഹം ബിസിനസ്സൊക്കെ കോട്ടയത്താണ്, ജന്മസ്ഥലമൊക്കെ അവിടെയാണല്ലോ. അങ്ങനെ അത് ചെന്ന് ഞാൻ അദ്ദേഹത്തിനെ ക്ഷണിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. വെരി നെക്സ്റ്റ് ഡേ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു, ചിറയൻകീഴ്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ആ ഒരു കൊല്ലം വളരെ സന്തോഷമായി അദ്ദേഹം ആ ട്രൂപ്പിൽ. ഒരു ഡോക്ടറുടെ ക്യാരക്ടർ അല്ലേ? അതെ, ഒരു ഡിസ്ഫിഗർ ചെയ്ത ഒരു വിശപ്പിൻ്റെ വിളിയിലൊക്കെ അഭിനയിച്ചതിന് ശേഷമാണ്. അതെ അതെ, ഇത് വളരെ 62-ലല്ലേ? 52-ലാണല്ലോ. അപ്പം ഞാൻ സിനിമയിൽ വരുന്നതും 54-ലാണ് എന്നുള്ളതാണ്. 53 വരെ ആർമിയിലായിരുന്നു. അത് കഴിഞ്ഞ് വന്നാണ്. അപ്പം അതിനുശേഷം പിന്നെ ഞങ്ങൾ തുടർച്ചയായിട്ടുള്ള ബന്ധങ്ങൾ. അത് കഴിഞ്ഞ് അദ്ദേഹം മദ്രാസിലേക്ക് വരുന്നു. സിനിമയിൽ അഭിനയിക്കാനുള്ള സന്ദർഭങ്ങൾ ധാരാളം കിട്ടി. വില്ലനായിട്ടും അച്ഛനായിട്ടും, ഞാനും വില്ലനായിട്ടും അച്ഛനുമായിട്ടൊക്കെ ഞങ്ങൾ തമ്മിൽ ആ ബന്ധം ഇപ്പോഴും തുടർന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം, ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം അല്പം അവശനാണെങ്കിലും ആരോഗ്യപരമായിട്ട് അവശനായിപ്പോയി എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇന്നും തീർച്ചയായിട്ടും നിറഞ്ഞു നിൽക്കേണ്ട ഒരു അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്. എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ സിനിമാ നടനോ നടികൾക്കോ അംഗീകാരമില്ലായിരുന്നു. ഒരു സിനിമാ നടനോ നാടക നടിയോ ഒരു സിനിമാ നടനോ ആയാൽ സമൂഹത്തിൽ പോലും സ്ഥാനമില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നെ വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റെമ്യൂണറേഷൻ്റെ കാര്യം. അന്ന് ഞങ്ങൾക്കൊക്കെ നിസ്സാര പൈസ കിട്ടിയിരുന്നു, ഇന്ന് ലക്ഷങ്ങൾ കിട്ടുന്നു. അതാണ് വ്യത്യാസം. അത് തിക്കുറിശ്ശേരി ഒരിക്കൽ പറഞ്ഞില്ല, നമ്മൾ ജനിച്ച സമയം തെറ്റായിപ്പോയി, കുറച്ചുകൂടെ കഴിഞ്ഞ് 10-30 കൊല്ലം കഴിഞ്ഞ് ജനിച്ചാൽ മതിയായിരുന്നു എന്നങ്ങനെ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സത്യമല്ലേ പറഞ്ഞത്? അപ്പം അത്ര പുച്ഛമായിരുന്നു അന്ന് ആർട്ടിസ്റ്റിന്. അന്ന് പറയുന്നത് ആരാ? ചെണ്ടക്കാരൻ, വള്ളക്കാരൻ, ആ പാട്ടുകാരൻ, മറ്റേ നാടകക്കാരൻ, ഇങ്ങനെ പുച്ഛമായിട്ട് സംസാരിക്കുകയുള്ളായിരുന്നു. ഇന്നതൊക്കെ മാറിയിട്ട് എന്ത് വലിയ നിലയിലാണ് ആർട്ടിസ്റ്റിൻ്റെ നിലപാട്. ആ നിലപാടിൽ ഒരു യുവത്വം ഉണ്ടായില്ലല്ലോ എന്നതിനെക്കുറിച്ചായിട്ട് പറഞ്ഞ പോലെ ഞാൻ വിചാരിക്കുക. ഇപ്പം വയസ്സായി പോയി, ഇപ്പം ആഗ്രഹിച്ചൊരു കാര്യമില്ല. എൻ്റെ ഓർമ്മയിലൊരു കാര്യമുണ്ട്. ഓർമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രായമുണ്ടായിട്ട് പറയല്ലേ, 70-ലെ കാര്യം പറയുന്നുള്ളൂ. സ്വാമീസ് ലോഡ്ജിലാണ് ഞാനും ആദ്യം അഭിനയിക്കാനായിട്ട് പോയി താമസിക്കുന്നത്. അപ്പോൾ അന്ന് സത്യൻ, ജി കെ പിള്ളച്ചേട്ടൻ, എസ് പി പിള്ള, അടൂർ ഭവാനി, പറവൂർ ഭരതൻ, ബേച്ചാൻ, ഇവരെല്ലാം സ്വാമീസ് ലോഡ്ജിനുണ്ട്. പ്രേം നസീറുണ്ട്. ഇവരെയൊക്കെ ഒന്ന് ആദ്യം കാണുക. കൊട്ടാരക്കര ചേട്ടനുണ്ട്, ശങ്കരാടി ചേട്ടനുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കാണുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു അന്നത്തേതല്ലേ. ഒരു ലോഡ്ജിൽ
അന്ന് റൂം റെൻറ്റ് 17 രൂപയാണെന്ന് മറ്റേ കേട്ടിട്ടുണ്ട് സ്വാമീസ് ലോഡ്ജ്. അല്ല ആദ്യം ഞാൻ പോയി താമസിക്കുമ്പോൾ 5 രൂപ, ആദ്യം 3 രൂപ ഞാൻ താമസിച്ചു. 2.5-3 അല്ല ഒരുമിച്ചുള്ള ഒരു താമസമൊക്കെ ഉണ്ടായിരുന്നു. അല്ല ഇതിൻ്റെ ഒരു ഇപ്പോൾ അത് വേണമെന്നുള്ള അർത്ഥത്തിലല്ല, അന്ന് ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇവരുടെ ഒരുമിച്ചുള്ള ആ ഒരു കൂട്ടുകെട്ടുകളും അടുത്തടുത്ത് ചീട്ടുകളി തമാശയൊക്കെ ഉണ്ടായിരുന്നു ഒരു ലോഡ്ജിൽ. അത് എനിക്കൊരു അനുഭവമാണ്. കാരണം ഇവർ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കൊട്ടാരക്കര ചേട്ടനെ പോലെയുള്ള വലിയ പ്രഗത്ഭരായ നടന്മാരുടെ കൂടെയൊക്കെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഇവരുടെ കൂടെയൊക്കെ തന്നെ അഭിനയിച്ചു. ഇപ്പോഴാണെങ്കിൽ സീരിയലിൽ ഞാൻ പിള്ളച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്, സ്വപ്നത്തിൽ അഭിനയിച്ചു. അല്ല അങ്ങനെയൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നേ. ഈ അഭിനയം എന്ന് പറയുന്നൊരു തൊഴിലിനുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അതാണ്. റിട്ടയർമെൻറ്റ് നമ്മൾ തീരുമാനിക്കുന്നതാണ്, നമ്മൾ തീരുമാനിക്കും, നമ്മൾ അല്ലെങ്കിൽ ദൈവം തീരുമാനിക്കുന്നതാണ്. ദൈവം തീരുമാനിച്ചാ എൻ്റെ കാര്യം കണ്ടില്ലേ. എങ്കിൽ പോലും ഇപ്പോഴും അഭിനയിക്കാൻ വില്ലിങ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിനയിക്കാം. മാനസികമായിട്ട് വില്ലിങ്, മാനസികമായിട്ട് വില്ലിങ് ആണ് എന്നോട് പറയാറുണ്ട്. അതെ. അല്ല പക്ഷേ ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ചില അന്യൻ്റെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല.